ഡോക്ടറെ നമ്മൾ രാത്രിയൊക്കെ ചിലപ്പോൾ നല്ല ഗ്യാസ് കയറാറുണ്ട്. ഭക്ഷണം കഴിച്ച് കിടന്നാൽ നല്ല ഗ്യാസ് കയറി അറ്റാക്ക് ആണോ എന്ന് വരെ തോന്നുന്ന വേദനയുള്ള ഗ്യാസിന്റെ വേദനകൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കയറുന്ന സമയത്ത് നമ്മളതിൽ മെഡിസിൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നമുക്ക് എന്ത് ചെയ്താലും നമ്മൾ ആ ഗ്യാസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടും നമുക്ക് ആ വേദന ഒന്ന് കുറയ്ക്കാനും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഗ്യാസുള്ള ആളുകളോട് ഞാൻ പൊതുവേ പറയുന്നൊരു സംഗതിയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മല്ലി ഉണ്ടല്ലോ, കൊത്തമല്ലി. ഈ മല്ലി അത് പച്ചമല്ലി എന്നൊക്കെ പറയും. മല്ലിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന കുരുകുരു ഇതെന്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത്. പൊതുവേ ഞാൻ ഗ്യാസുള്ള ആളുകൾ പറയാറ്, നിങ്ങൾ ദാഹിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ മല്ലി തിളപ്പിച്ചുള്ള വെള്ളം കുടിക്കുക. അത് കഷായം പോലെ ഒന്നും ഉണ്ടാക്കണം, നമ്മൾ ജീരകങ്ങളൊക്കെ ഉണ്ടാക്കില്ല എന്നതുപോലെ എന്ത് ചെയ്താൽ മതി, വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ ആവശ്യത്തിന് കുടിക്കുക എന്നുള്ളതാണ്. പക്ഷേ പല ആളുകളും ഇത് കോമണാണ്. ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം, വയറ് വീർക്കുന്ന പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചിലെ പ്രശ്നങ്ങൾ, ഛർദ്ദിക്കാറ്, അങ്ങനെ പല തരത്തിലുള്ള അസ്വസ്ഥതകൾ എന്ത് ചെയ്യാറുണ്ട്, ഗ്യാസുമായിട്ട് ബന്ധപ്പെടാറുണ്ട് എന്നുള്ളതാണ്. ഈ ഗ്യാസിൻ്റെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഈ ആസിഡിറ്റി എന്ന് പറയുന്നത്, അല്ലേ? പല ആളുകളും പറയും എനിക്ക് ആസിഡിറ്റിൻ്റെ പ്രശ്നമാണ്, ചില ആളുകൾ പറയും എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമാണ്. പേഷ്യൻസിനുള്ള ആളുകൾക്കിടയിൽ രണ്ടും കോമൺ ആണ്. ഒരു സിംറ്റംസും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് വരും എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ അസിഡിറ്റിയുടെ മരുന്ന് കുടിക്കുന്ന അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മരുന്ന് കുടിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോൾ നിങ്ങളൊക്കെ മരുന്ന് കുടിക്കുന്നുണ്ടാവും, അല്ലേ? ഗ്യാസിനോ അസിഡിറ്റിക്കോ മരുന്ന് കുടിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് കംപ്ലീറ്റ് മാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പേഷ്യൻസ് പല പല പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് ഗ്യാസിന് മരുന്ന് കഴിക്കുന്നത് എത്ര കാലം കുടിക്കുന്നുണ്ട്, ഞാനിപ്പോൾ 10, 12 അല്ലെങ്കിൽ ഇത്ര വർഷമായിട്ട് കുടിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിർത്തിയോണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ കഴിച്ചുകൊണ്ടെങ്കിൽ അത് ഒരു ആശ്വാസം ആ സമയത്ത് കിട്ടുമെന്നല്ലാണ്ട്, എന്നാലും ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് എന്നുള്ളത് അവരെന്നെ പല ആളുകളും പറയാറുണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി ഇത് എന്തുകൊണ്ട് ഈ ഇതുപോലെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എന്ന് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. വെറുതെ മരുന്ന് കുടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കത് പൂർണ്ണമായിട്ട് മാറി കിട്ടണം. മരുന്ന് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഭക്ഷണം കഴിക്കാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത് മാറുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രധാനമായിട്ടും രോഗികൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ആസിഡിറ്റി എങ്ങനെ ഉണ്ടാകുന്നത്, എത്ര തരത്തിൽ അതുണ്ട്, എങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും എന്ന വിഷയം ഉണ്ടല്ലോ, അതെല്ലാവരും അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാലേ ഓക്കെ ഈ ഫുഡ് എനിക്ക് പറ്റൂല, ഈ കാര്യം ഞാൻ ചെയ്യേണ്ടതുണ്ട്, ഈ ശീലം ഞാൻ ഒഴിവാക്കേണ്ടതുണ്ട്, ഞാൻ ഇങ്ങനെയാണ് ഭക്ഷണം, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് ജീവിച്ച് നോക്കി ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല രീതിയിൽ പഴയ ലൈഫിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ അസിഡിറ്റീൻ്റെ കേസ് എടുത്ത് നോക്കുന്ന സമയത്ത് രണ്ട് തരത്തിലാണ് അസിഡിറ്റി ഉണ്ടാവുക. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വയറിൽ എന്തുവാണോ ഭക്ഷണം ദഹിക്കണം എന്നുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകണം. അതാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ചില കണ്ടീഷനിൽ എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഈ ആസിഡ് സെക്രഷൻ നല്ല രീതിയിൽ കൂടും, വർദ്ധിക്കുന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നതാണ്. അതിന് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയും. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് ഛർദ്ദിക്കാൻ വരിക, പുളിച്ച് തകട്ടുക, നെഞ്ചരിച്ചിൽ വരിക, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് വിശപ്പ്. അതായത് ഒരു കുറച്ച് മുമ്പ് നല്ല ബിരിയാണി നല്ല ദമ്മാക്കി അടിച്ചതായിരിക്കും, ഒരു മണിക്കൂറാണ് ആയിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും വീണ്ടും ഭയങ്കര വിശപ്പ് വരിക. അപ്പോൾ എന്തെങ്കിലും കഴിക്കും, പിന്നെയും കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിശപ്പ്. ഇതിങ്ങനെ വിശപ്പ് നല്ല രീതിയിൽ വരിക, അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വരിക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അസ്വസ്ഥതകൾ എന്തുണ്ടാവും, ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു കാറ്റഗറി ഉണ്ട്, എന്ത്, ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭക്ഷണം ദഹിക്കാൻ നമ്മുടെ വയറ്റിൽ ആസിഡ് ഉണ്ടല്ലോ, ആ ആസിഡിൻ്റെ എമൗണ്ട് കുറയുക, അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ നമ്മുടെ വയറിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഭക്ഷണം ദഹിക്കില്ല, നമ്മൾ കഴിച്ച ഭക്ഷണം അതേപോലെ നിൽക്കും, വയറ് വീർത്തതുപോലെ അനുഭവപ്പെടും, പിന്നെ അതേപോലെ തന്നെ വിശപ്പ് തീരെ ഉണ്ടായിരിക്കില്ല, അതുപോലെ കീഴ്വായിൻ്റെ പ്രശ്നങ്ങൾ നല്ലോണം വരിക, ശോധന ശരിക്കും കിട്ടൂല, ഇങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഒന്ന് ഹൈപ്പർ അസിഡിറ്റിയാണ്, ആസിഡ് സെക്രഷൻ കൂടുന്ന ഒരു അവസ്ഥയാണ്. മറ്റൊന്ന് ഹൈപ്പോ അസിഡിറ്റിയാണ്, ആസിഡ് സെക്രഷൻ കുറയുന്ന അവസ്ഥയാണെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഈ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ശരി, ഹൈപ്പോ അസിഡിറ്റി ആളാണെങ്കിൽ ശരി, എല്ലാവരും ഇന്ന് ബഹുഭൂരിപക്ഷം കഴിക്കുന്നത് ഒരേ മെഡിസിനാണ്, ഗ്യാസിൻ്റെ മരുന്നെന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു ശതമാനം ആളുകൾക്ക് ഇതിന് സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, നിങ്ങളുടെ അസിഡിറ്റി ഏതാണ്, ഏത് തരത്തിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഹൈപ്പർ അസിഡിറ്റി ആണോ ഹൈപ്പോ അസിഡിറ്റി ആണോ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൊല്യൂഷൻ കാണാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ രണ്ട് തരത്തിലെങ്കിലും സിംറ്റംസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇപ്പോൾ ചില ആളുകൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാറുണ്ട്. അതായത്
ഹൈപ്പർ അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ കാണും, അതുപോലെ ഹൈപ്പോ അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ കാണും. അത് ഛർദ്ദിക്കാൻ വരിക, ഓക്കാനം വരിക, വയറ് വീർക്കുക, വിശപ്പില്ലാത്ത പ്രശ്നങ്ങൾ വരിക, ഇങ്ങനെ 2 ലക്ഷണങ്ങളും നിങ്ങൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ പാൻ അസിഡിറ്റി. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടായിരിക്കും ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഒരു ഇൻഫ്ലമേഷൻ ഉള്ളത്, ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏത് ഭാഗത്താണ് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും നിങ്ങൾക്ക് പാൻ അസിഡിറ്റി ആണോ അതല്ല ഹൈപ്പർ അസിഡിറ്റി ആണോ ഹൈപ്പോ അസിഡിറ്റി ആണോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് പല ആളുകൾക്കും പറ്റിപ്പോകുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണങ്ങളും അതേപോലെ നമ്മുടെ ഉറക്കം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യണമെന്നാണ്. അപ്പോഴേ നമുക്ക് നമ്മുടെ ലൈഫ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾ ചില ഫുഡ് അവർ നിർബന്ധമായിട്ട് ഇത് മാറ്റി വെക്കണം. ഞാൻ പൊതുവെ പറയുന്ന ഫുഡുകളാണ് ഈ നേന്ത്രപ്പഴം, അതുപോലെ ഡേറ്റ്സ്, ഈത്തപ്പഴം കഴിക്കുക, അതുപോലെ മുരിങ്ങാക്കായ കഴിക്കുക, അതുപോലെ നമ്മുടെ പാവയ്ക്ക കഴിക്കുക, പഴുത്ത മാങ്ങ കഴിക്കുക. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടാകാൻ അത് ട്രിഗറിങ് നല്ല രീതിയിൽ വരും. അതേപോലെ ഓയിൽ അടങ്ങിയ ഫുഡുകൾ, നോൺ വെജ് കൂടുതൽ കഴിക്കുന്ന ശീലങ്ങൾ, സ്പൈസസുകൾ കൂടുതൽ കഴിക്കുക, അതേപോലെ തന്നെയാണ് ബേക്കറി ഐറ്റംസുകൾ കൂടുതൽ കഴിക്കുക. ഇങ്ങനെയുള്ള ശീലങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, മാറ്റി വെക്കാൻ വേണം. അത് നല്ല രീതിയിൽ എന്ത് ട്രിഗറിങ് ഉണ്ടാക്കുകയും ചെയ്യും. ഈ പറഞ്ഞതുപോലെ ഹൈപ്പർ സെക്രീഷൻസ്, ആസിഡ് സെക്രീഷൻ കൂട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേസമയം നിങ്ങൾ എന്ത് ഭക്ഷണത്തിൽ കരി കഴിക്കാം, വെള്ളരി കഴിക്കാം, തണ്ണിമത്തം കഴിക്കുക, നെല്ലിക്ക കഴിക്കുക. നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കരുത്, സാധാരണ പച്ചകൾ നെല്ലിക്കനെ കഴിക്കുക. ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥം ബോഡിക്ക് കൂളിംഗ് കിട്ടുന്ന, പെട്ടെന്ന് ദഹിക്കുന്ന, ഈസിലി ഡൈജസ്റ്റബിൾ ആകുന്ന എന്ത് ചെയ്യണം, ഫുഡുകൾ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്തിന് എന്ത് ചെയ്യും, അത് ഈസിലി ഡൈജസ്റ്റബിൾ ആവുകയും ചെയ്യും. ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, ഇറിറ്റേഷൻസോ ട്രിഗറിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവുകയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരിത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഹൈപ്പോസിഡിറ്റി ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഒരു ഭക്ഷണത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുക്ക്, ഗ്രാമ്പു, പട്ട, ഞാൻ നേരത്തെ പറഞ്ഞ മല്ലി, പിന്നെ അതുപോലെ കുരുമുളക്, ഇങ്ങനെയുള്ള നല്ല സ്പൈസസുകൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. കാരണം ഇത് നല്ല രീതിയിൽ നമ്മുടെ ആസിഡ് സെക്രീഷൻ എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യും. നല്ല രീതിയിൽ ആസിഡ് സെക്രീഷൻ ഉണ്ടാക്കാനും ദഹനം എളുപ്പത്തിലാക്കാനൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പലപ്പോഴും ബിരിയാണി കഴിക്കുന്ന സമയത്ത് സംഗതി അത് ഹെവി ഫുഡാണ്, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കഴിക്കുകയും ചെയ്യും. അതുപോലെ മന്തി കഴിക്കുന്ന സമയത്ത് അതിൽ കുരുമുളക് ഉണ്ടാകും, ഗ്രാമ്പു ഉണ്ടാകും, പട്ടയുണ്ട്, അതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നമ്മളെന്താ ചെയ്യൽ, നേരെ പെറുക്കിയിട്ട് സൈഡിൽ ഒഴിവാക്കാറെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ കഴിക്കുക തന്നെ വേണം. കാരണം ഈ പറഞ്ഞതുപോലെ ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ദഹനത്തെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക മാത്രമല്ല, അവരെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ ഈ കൂടുതൽ വാട്ടറി ആയിട്ടുള്ള ഫുഡുകൾ കുറച്ചൊന്ന് കുറയ്ക്കാനും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിന് എന്ത് ചെയ്യുക, കുറച്ച് സ്പൈസസുകൾ കൂട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. പല ആളുകളും ആസിഡിറ്റിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഇത് മാറ്റം കിട്ടുന്നില്ല. അതിൽ ഒരു കാരണം ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, എന്താണ് പ്രശ്നം എന്ന് അറിയുന്നില്ല, അതിനനുസരിച്ച് ജീവിക്കുന്നില്ല. അതിൽ പെട്ടൊരു കാര്യമാണ് ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാതെ. രണ്ടാമതൊരു കാരണമുണ്ട്, പ്രത്യേകിച്ച് സ്ട്രെസ്സ് വലിയൊരു ഫാക്ടറാണ്. ഇന്ന് പല ആളുകളും മാനസിക സമ്മർദ്ദമുള്ള ആളുകളാണ്. പല ആളുകളും എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, സ്ട്രെസ് ഉണ്ടോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ, ഇല്ല അങ്ങനെ ഡോക്ടറെ, എൻ്റെ മോളെ കെട്ടിച്ചിട്ടുണ്ട്, വീടുണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് നല്ല ഷോപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാന്ന്. അപ്പോൾ ഞാൻ തിരിച്ചവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ടൈം, അല്ലെങ്കിൽ മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറയും അങ്ങനെ ഒരു സമയമല്ല. അതായത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ബെഡ്റൂമിലേക്ക് എത്തുന്ന സമയത്ത് ചിന്തയാണ്, ഉറക്കത്തിൽ ഞെണീറ്റാൽ ചിന്തയാണ്, സ്വപ്നം കാണുന്നത് ഫുള്ള് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഫുൾ ടൈം മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മൈൻഡ് കാം ആയിരിക്കുന്ന ഒരു കണ്ടീഷൻ ഇല്ലേ ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അത് ആക്ച്വലി ബ്രെയിനിന് കിട്ടുന്ന, അല്ലെങ്കിൽ ബോഡി കിട്ടുന്ന ഒരു സ്ട്രെസ്സാണ്, ഒരു ഓവർ സ്ട്രെസ്സാണ്, ഓവർ വർക്കിംഗ് ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ, ഈവൻ ഡിപ്രഷൻ, സ്ട്രെസ്സ് കൂടിയ ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ആസിഡിറ്റി നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ ടെൻഷൻ അടിച്ചാൽ ചില ഭക്ഷണം കഴിക്കില്ല. ചില ആളുകൾ എന്താ വെച്ചാൽ ഹെവി ഫുഡ്, ടെൻഷൻ അടിച്ചാൽ നേരെ ഹോട്ടലിൽ പോകാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഫുഡ് കഴിച്ച് വയറ് നിറച്ചിട്ട് അത് ഓക്കെ ആക്കി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മൈൻഡും നമ്മുടെ ഗട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോമക്ക്, അല്ലെങ്കിൽ ആസിഡ് സെക്രീഷൻ ഭയങ്കര കണക്റ്റഡാണ്. അതെപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഞാൻ പൊതുവേ പറയുന്നൊരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുക, ഒരു ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാം, ആവശ്യത്തിന് സ്പീഡ് ഉണ്ട് നിൽക്കുക. അപ്പോൾ ഈ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു പൂച്ചയോ അല്ലെങ്കിൽ നായെന്തെങ്കിലും കുറുകെ ചാടി നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും അല്ലേ, അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ ഒരു ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഉള്ളിലൊരു കാളൽ വരും അല്ലേ,
പെട്ടെന്ന് പേടിച്ചിട്ട് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് നിന്ന് കാളൽ വരും. കണ്ടത് കണ്ടാ, പക്ഷെ കണ്ണ് കാണൂല. പക്ഷേ കാളൽ എവിടെയാണ്? നമ്മുടെ വയറ്റിലാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വയറും നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഇത് ഭയങ്കര കണക്റ്റഡ് ആണ്. ബ്രെയിൻ ആക്സസ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ തോട്ട്സ് ഉള്ള ആളുകൾക്ക്, അതുപോലെ തന്നെയാണ് ഈ സ്ലീപ്പ് കുറഞ്ഞ ഉറക്കം കുറഞ്ഞ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെയുള്ള ഓവർ സ്റ്റിമുലേഷനും അതുപോലെ ഹൈപ്പർ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ, ഇറിറ്റേഷനുകൾ വരിക, പെട്ടെന്ന് ദേഷ്യം വരുന്ന അവസ്ഥകൾ വരിക, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വരിക, അതുപോലെ സെക്ഷുവൽ എടുത്ത് പറയുകയാണെങ്കിൽ പ്രീമച്വർ ജാക്കുലേഷൻ, പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക, ഇങ്ങനെയുള്ള പല അവസ്ഥകൾ എന്ത് ചെയ്യും, ഈ ഓവർ സ്ട്രെസ്സുള്ള, ഓവർ ആങ്ഷ്യസ് ആയിട്ടുള്ള, ഓവർ ചിന്തകളുള്ള ആളുകളിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടോ, അത് റെഡിയാക്കണം. അതേപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം, സ്ലീപ്പ് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ ഡൈജഷൻ നടക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പർ അസിഡിറ്റിയോ അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റിയോ, ഗട്ടിൽ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ രീതിയിൽ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും മാനേജ് ചെയ്യേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അതേപോലെ പൊതുവേ നമ്മൾ വിട്ടുപോകേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് ഈ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ബോഡി മൂവ്മെൻറ്റ്, എക്സസൈസ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ മൂവ്മെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ്, ഈ നമ്മുടെ ഇൻറ്റസ്റ്റൈന്, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക്, ഇതൊക്കെ എന്താണ് ആക്ച്വലി മസിൽസാണ്. ഈ മസിൽസിൻ്റെ മൂവ്മെൻറ്റും സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകണമെന്നുണ്ടെങ്കിലൊക്കെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ നടക്കുന്നുണ്ട്, നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്, ജോഗിങ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ മസ്കുലർ മൂവ്മെൻറ്റും സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും. ഇത് നല്ല രീതിയിൽ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡൈജഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, എസ്പെഷ്യലി ഗ്രാഫിക് ഡിസൈനേഴ്സ്, അതുപോലെ അക്കൗണ്ട്സ്, ഡോക്ടേഴ്സ്, പിന്നെ അതുപോലെ ഓഫീസ് സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഹിസ്റ്ററി എടുത്താൽ അവർ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വയറിൻ്റെ അസ്വസ്ഥതകൾ നല്ല രീതിയിൽ, വയറ് ചാടുന്ന പ്രശ്നങ്ങൾ, ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ, ഇത് നല്ല രീതിയിൽ അവരെ ബാധിക്കുന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് വരുന്നത്? മൂവ്മെൻ്റ് ഇല്ല, എക്സസൈസുകളില്ല, വ്യായാമമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വയറ് വീർക്കുന്നതും ദഹനക്കേടിൻ്റെ പ്രശ്നങ്ങളും ഇത് നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകൾ എന്തും കൂടെ ചെയ്യണം, എക്സസൈസ് കൊണ്ട് ചെയ്യണം, വ്യായാമം കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ദഹനം അത് ഒന്നുകൂടെ പ്രോപ്പറാകാൻ സഹായിക്കുന്നത്. ഇതുപോലെയുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂകൾ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ, ജീവിത ശൈലിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇതൊന്നും അല്ലാതെ ചില കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. ഫങ്ഷണൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും. ഫങ്ഷണൽ, അതായത് നമ്മൾ ഇപ്പോൾ പല പേഷ്യൻസും എൻ്റെ അടുത്ത് വരാറുണ്ട്, ഡോക്ടറെ ഞാൻ ഒരുപാട് കാലമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് ടെസ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്, ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, ഇതൊക്കെ നോർമലാണ് ഡോക്ടറെ, ഞാൻ എല്ലാ ടെസ്റ്റുകളും ചെയ്തു, പക്ഷേ എനിക്ക് നോർമലാണ്, പക്ഷേ എനിക്ക് ബേണിംഗ് സെൻസേഷൻ, പുളിച്ചത് കിട്ടുന്ന പ്രശ്നം വരുന്നുണ്ട്, നെഞ്ചരിച്ചിൽ വരുന്നുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ആക്ച്വലി ഇവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇതിന് പറയുന്നൊരു പേരുണ്ട്, ഫങ്ഷണൽ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഹാർട്ട് ബേൺ എന്ന് പറയുന്ന, നെഞ്ചരിച്ചിൽ പറയുന്ന ഒരു പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ അത് സോൾവ് ചെയ്താലേ ഇത് മാറുള്ളൂ. അപ്പോൾ പലപ്പോഴും പേഷ്യൻസ് പറയുന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോക്ടർ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് മാനസികത്തിൻ്റെ പ്രശ്നമാണ്, സൈക്കാട്രി പോയി കാണിക്കുമെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കലോട് കൂടിയിട്ട് എന്താണ്, എന്നെ പരിഗണിച്ചില്ല അല്ലെങ്കിൽ എന്നെ സ്വീകരിച്ചില്ല, എന്നെ മാനസികാരോഗ്യമാക്കി എന്നുള്ള ടെൻഡൻസി പലപ്പോഴും പല പേഷ്യൻസ് വന്ന് പരാതി പറയാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി അവർക്കും ഞാൻ പറയുന്ന ഒരു ഡയറ്റ് ഉണ്ട്, നിങ്ങൾ ഇന്നാലത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, ഇന്നാലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, സ്ലീപ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് റെഗുലറായി പ്രോപ്പറായി പോയാൽ തന്നെ കംപ്ലീറ്റ് മാറും. അങ്ങനെ എത്രയോ കേസുകൾ നമ്മളെടുത്ത് മാറിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് അതും കൂടെ പരിഗണിക്കണം. എല്ലാം മാനസികം അതിലേക്ക് വിടരുത്. ഇതിനൊക്കെ എന്തുണ്ട്, സയൻസ് ഉണ്ട്, അതിൻ്റെ റിപ്പോർട്ട്സുകളുണ്ട്, എല്ലാം ലേറ്റസ്റ്റ് കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മളിവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി അതിൻ്റെ പുറമെ നമ്മൾ പലപ്പോഴും അറിയാം, ഈ ഗ്യാസ് ഉള്ള ആളുകൾക്ക് തന്നെ അറിയാം, ഈ എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പലപ്പോഴും ഡോക്ടേഴ്സ് ടെസ്റ്റിന് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ആളുകൾക്കും എച്ച് പൈലോറിക് ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. പൊതുവേ ഇത് കോമണാണ്. ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അത് ആക്റ്റീവായിട്ട് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകും, ചില ആളുകൾക്ക് അത്
ഡൗൺ ആയി, അതായത് ആക്റ്റീവായിട്ട് ഉണ്ടാവില്ല, പക്ഷേ എച്ച് പൈലോറിക്ക് ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പലപ്പോഴും എച്ച് പൈലോറിക് എന്ന് പറയുന്നത് ബാക്ടീരിയ ഓവർ ഗ്രോത്ത് ആവുക, എന്നിട്ട് അവിടെയുള്ള അസിഡിറ്റിയിൽ പ്രശ്നങ്ങൾ വരിക, അവിടെ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും അൾസർ ഫോർമേഷനൊക്കെ നടത്തും. പിന്നീട് അത് ലാസ്റ്റ് ക്യാൻസറസ് സ്റ്റേജിലേക്ക് അത് മാറില്ല എന്ന് അങ്ങനെയാണ് വരാറ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ലൈഫ് സ്റ്റൈൽ, നമ്മൾ കൂടുതൽ മധുരം കഴിക്കുക, കൂടുതൽ റെഡ് മീറ്റുകൾ കഴിക്കുക, കൂടുതൽ ഓയിൽ ഫുഡുകൾ കഴിക്കുക, അമിതമായിട്ട് ഫുഡുകൾ കഴിക്കുക, വെജിറ്റബിൾസുകൾ ഫൈബേഴ്സിൻ്റെ അളവ് എമൗണ്ട് നല്ല രീതിയിൽ കുറക്കുക, ഇങ്ങനെ അതേപോലെ ഉറക്കം കുറക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പല ജീവിത ശൈലികൾ, ജീവിത സാഹചര്യങ്ങൾ എന്തിലേക്ക് എത്തിക്കുന്നുണ്ട്, ഈ പറഞ്ഞ എച്ച് പൈലോറിക്കിൻ്റെ ഗ്രോത്ത് കൂട്ടുന്നതിലേക്ക് എത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൂട്ടുന്നതിലേക്ക് അത് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അറിയാം, പേഷ്യൻസിന് അറിയുന്ന കാര്യം തന്നെയാണ്, ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾ എച്ച് പൈലോറിക് എന്ന ടെസ്റ്റാണ്, ചിലപ്പോൾ അത് പോസിറ്റീവായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കും എന്നുള്ളതാണ്. അതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റൊക്കെ എന്താണ് ഇന്ന് നമ്മുടെ അവൈലബിളാണ്. അപ്പോൾ ഈ ഒരു എച്ച് പൈലോറിക്, നമുക്ക് എച്ച് പൈലോറിക്കുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റുള്ള ഒരു ഓപ്ഷനാണ്. ഞാൻ പൊതുവെ ഒന്ന് പറയുന്നതാണ് ഈ ഇരട്ടി മധുരം ഉണ്ടല്ലോ, ഒരു പേര് ആണ്. അപ്പോൾ ഈ അസ്ലുസൂസ് എന്നൊക്കെ പറയും ഉറുദു ഭാഷയിലൊക്കെ. അപ്പോൾ ഈ ഇരട്ടി മധുരം നമ്മൾ നല്ല രീതിയിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നീര് കുടിക്കുന്നതൊക്കെ എന്ത് ചെയ്യും, ഇത് ഗ്യാസ്ട്രിക് മ്യൂക്കോസൽ ലെയറിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും എച്ച് പൈലോറിക്കിൻ്റെ അറ്റാക്ക് കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യും, അത് നല്ല രീതിയിൽ ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം, നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനും കഴിയുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ ഒരുപാട് കാലം മരുന്ന് കഴിക്കാമെന്ന് വേണ്ട, പക്ഷേ എന്ത് ചെയ്യണം, ഒരെണ്ണം ഇത് എച്ച് പൈലോറിക് ആണോ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും മരുന്ന് കുടിച്ച് വന്നതാണോ, അല്ലെങ്കിൽ ഇത് ടെൻഷൻ അടിച്ച് വന്നതാണോ, അല്ലെങ്കിൽ ഇത് ഫങ്ഷണൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നമാണോ, ഇത് ഹൈപ്പർ അസിഡിറ്റി ആണോ, ഹൈപ്പോ അസിഡിറ്റി ആണോ, ഇതിങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യണം, നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ആ ഓരോ കാറ്റഗറീസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതശൈലി മാറ്റം കൊണ്ടുവരും. ചില ആളുകൾ ഞാൻ നല്ല ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറയും, ചിലപ്പോൾ ഞാൻ ഭക്ഷണം കുറക്കാൻ പറയും, ചിലത് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ചിലത് കൂട്ടാൻ പറയും, ചിലത് ഫുള്ള് ഒഴിവാക്കാൻ പറയും, ചിലത് സ്കിപ്പ് ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു കറക്റ്റ് ഒരു ഷെഡ്യൂൾഡായിട്ട് നമ്മൾ ഓരോ രോഗികൾക്കനുസരിച്ചിട്ട് ഓരോ രോഗത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചിട്ടും കൂടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഗ്യാസും നമ്മൾ ഉദ്ദേശിച്ചോട് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അത് പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണം, അങ്ങനെയുണ്ട്. കുറച്ചൊരു കാലം എന്ത് ചെയ്യണം, നമ്മളത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ പഴയ സ്റ്റേജിലേക്ക് തന്നെ നല്ല രീതിയിൽ നല്ല മാറ്റത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നേറാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ അത് കോമൺ ആണ്, സർവ്വസാധാരണമാണ്. അതെന്തുകൊണ്ട് മാറുന്നില്ല എന്നാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഓരോരുത്തർക്കും ഗ്യാസ്, നമ്മൾ ശീലം എന്താ അറിയോ, വീട്ടിൽ ഒരാൾക്ക് ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒറ്റ മെഡിസിൻ ആയിരിക്കും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരേ മെഡിസിൻ ആയിരിക്കും നമ്മൾ പലപ്പോഴും ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ റോങ്ങാണ്. കാരണം ചിലപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുണ്ടാവും, ചിലപ്പോൾ ഒരാൾ എന്ത് ചെയ്യും, ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ ചില ആൾ എന്തെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും ജീവിക്കുന്ന മാനസികാവസ്ഥകൾ, അവരുടെ ഭക്ഷണശീലങ്ങൾ, ശൈലികൾ, ഇതെല്ലതും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിലൊക്കെ ഈ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ പല തരത്തിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, എങ്കിൽ അത് നല്ല രീതിയിൽ നല്ല റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മൈൻഡിൽ വരും, എന്നാലും നമുക്ക് പ്രശ്നമുണ്ട്, ഇത് എന്നാലും ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുന്ന വീഡിയോ ആണല്ലോ, അപ്പോൾ അല്ലെങ്കിൽ ഇത് എനിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ പല ആളുകൾ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.